അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ആ സ്റ്റേജിലന്ന് ജോസ് കെ മാണി ഇരുന്ന് ഉരുകുമായിരുന്നു. എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. കാരണം ജോസ് കെ മാണിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ യമലോക പെരട്ടാന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. വാഴക്കൻ കുറെ കാലം ചർച്ചകളിൽ സജീവമായിരുന്ന അങ്ങ് കുറച്ചു കാലം വിശ്രമത്തിലായിരുന്നു. കണ്ടു പഴയ പോലത്തെ പരിചയം തോന്നുന്നുണ്ടല്ലോ. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്തായാലും ഹൈക്കമാൻഡിൽ നിന്നും ഒരു വിളി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാനാകുന്നത്. ഇത് ഭയങ്കര സംഭവം തന്നെ, ഭയങ്കരം തന്നെ ചേട്ടാ. മാത്രമല്ല, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഞങ്ങൾ MLA ആയിരിക്കുന്ന കാലത്ത് ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. ഇപ്പൊ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്, അതോടെ അവരിവിടെ നോടും അതൊക്കെ ചെയ്യാം. അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ മാത്രം അന്ന് ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കഷ്ടായിപ്പോയി, വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പോൾ അവരന്ന് മുതലേ ഈ CPM-ന്റെ പല ഇത്തരം കാപട്യങ്ങളോടും യോജിക്കാത്ത ഒരാളാണ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? അതോടൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണല്ലോ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യം. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. കേട്ടോ, ശ്രീ ജോസഫ് വാഴക്കൻ, മധ്യകേരളത്തിൽ ജാഥ നയിക്കേണ്ട ആളാണ് ജോസ് കെ മാണി, അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹമില്ല. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില 170 രൂപയേ ഉള്ളൂ. അതൊരു 250 രൂപയെങ്കിലും ആക്കിയാൽ മാത്രമേ വേണം അത് വേണം, അതില്ലാതെ പറ്റുക. ഇവിടെ അന്നത്തെ കമന്റ് എല്ലാവരും സ്വാഗത പ്രസംഗത്തിൽ അന്നത്തെ MP തോമസ് ചാഴികാടൻ പറഞ്ഞു, ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. തന്നെ അന്ന് പിന്നെ മന്ത്രി റോഷി അഗസ്റ്റിനോട് ആ പ്രസംഗം നിർത്താനായിട്ട് ആവശ്യപ്പെട്ടു. ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. ആ പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആ MP-യുടെ പേര് പോലും പറയുന്നില്ല. അറിയാത്ത പുള്ള ചൊറിയും പറയും. ചാഴികാടൻ്റെ പേര് പോലും പറയുന്നില്ല, MP എന്ന് പോലും പറയുന്നില്ല. ഒരാൾ ഇവിടെ സ്വാഗതം പറയുന്നത് കേട്ടു. പറഞ്ഞ മാങ്ങാന്നാ കേക്കണേ. ഓ, പാണ്ടിക്കരിമ്പാറ പോലെയാണ്. അതിനുവേണ്ടിയാണ് ഈ ജാഥ, അതല്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയാനല്ല എന്ന് പാലായിൽ വന്ന് റബ്ബറിന് ഇത്തിരി വില കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഈ കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളുന്ന ജനവിഭാഗത്തിന് ഒരിക്കലും ആ ഭാഗത്തോട് അവിടെ CPM-നോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. കാരണം അത് ചേരാൻ പാടില്ലാത്ത 2 വിഭാഗങ്ങളാണ് ചേർന്നിരിക്കുന്നത്. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. എന്തൊരു ബഹളമായിരുന്നു.